സുഖേട്ടാ, സുഖേട്ടാ, എന്താടാ ദേ നമ്മുടെ ഫൈസി. നമ്മുടെ പൈസയോ എവിടെടാ? അവൻ വന്നേ നല്ല സുഖേട്ടാ. അവൻ അഭിനയിച്ച സിനിമയിൽ ഒരു സീനാണ്. അവനിപ്പോ വലിയ നടനായി മാറി സുഖേട്ടാ. ഇനി ഒന്ന് കാണുമ്പോ ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിച്ചു. ചിലത് അങ്ങനെയാണ് ഇത്. അവനിപ്പൊ എറണാകുളത്താ മറ്റേ താമസം തന്നെ. സുഖേട്ടാ അപ്പൊ പോയി കണ്ടാലോ അവന്? പോവാം. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തോ ടീച്ചറാ, 2 ദിവസമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇവ ഇനി ഫോൺ എടുക്കാത്തയാണോ? രണ്ടു ദിവസമായിട്ട് പണിയില്ലല്ലേ വീട്ടിലെ? 2 ദിവസമായിട്ട് പണിയൊന്നുമില്ല. പണിയില്ലാത്തോണ്ട് കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഗൗരി ഇല്ലേ ഇത്? ആ ചേട്ടന്മാരെ, ഞാൻ നിങ്ങളെ തേടി അങ്ങോട്ട് വരികയായിരുന്നു. ലിസി നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഒരുപാട് തവണ വിളിച്ചു. പക്ഷെ അവൻ വലിയൊരു നടനാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ സ്വർണവും പണവും എല്ലാം ഞാൻ അവന് കൊടുത്തതാ. പക്ഷേ ഇപ്പോൾ അവൻ എന്നെ വേണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. മോളെ കരയാതിരിക്കെ. നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അവന് ഇവിടുന്ന് പോയിട്ട് ഞങ്ങളെയും വിളിച്ചിട്ട് ഒരുപാട് നാളുകളായി. സുഖേട്ടാ, നമ്മുടെ കാര്യം വിട്. ഈ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. വൈകുന്നേരം വരുമ്പോൾ എന്തായാലും അവൻ്റെ അഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരാം. നാളെ വെളുപ്പിന് തന്നെ നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കളഭം പാട്ടൊക്കെ പാടി. ഹായ് ചേട്ടാ. എന്റെ മകള് 10ാം ക്ലാസ് വിജയിച്ചു. ഫുൾ A+ ആയി. ഇപ്പൊ ഇത് ചെലവുണ്ടേ. നാട്ടിൽ പോകുന്നില്ലേ? നാട്ടിൽ പോകണം. മാനേജറോട് പറ. എനിക്കും നാട്ടിലൊക്കെ പോകണം. മക്കളെയൊക്കെ ഒന്ന് കാണണം. സാർ ഇല്ല സാർ, ഈ വർഷം 3 ഫിലിം കമ്മിറ്റഡ് ആണ് സാർ. നോക്കട്ടെ സാർ. ഇല്ല സാർ, ഇല്ല, ഈ വർഷം ഡേറ്റ് ഇല്ല. ഓക്കെ സാറേ, ഓക്കെ. എവിടെ തള്ളിക്കയറി പോകുന്നത്? പൈസയോ? പൈസ സാറെന്നല്ലേ വിളിക്കേണ്ടത്. ഓഹോ, പൈസ സാറ് തന്നെ. ഞാൻ മാനേജർ ചോദിച്ചിട്ട് വരാം.
എന്താ ജോസേ, ആരാ അവനൊക്കെ കടത്തിവിടുന്നത്? ആ മണ്ട സെക്യൂരിറ്റി ആയിരിക്കും. ഒരു സിനിമാ നടനായ ഇറങ്ങിക്കോളും നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച്. വല്ലതും കൊടുത്ത് ഒഴിവാക്ക്. ഹലോ ഫൈസി, നീ എന്താടാ ഫോൺ എടുക്കാൻ? ഞാൻ 2 ദിവസമായി നിന്നെ ട്രൈ ചെയ്യുക. ഹലോ, ഞാൻ ഫൈസി സാറിന്റെ മാനേജറാണ്. നിങ്ങൾ എന്തിനാ ഇത്രയും തിരക്കുള്ള നടനെ ഇങ്ങനെ കണ്ടിന്യൂ വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഫൈസി സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നമ്പർ ബ്ലോക്ക് ചെയ്യാം. ഹലോ ഹലോ, ഞാൻ ശല്യങ്ങൾ. നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആര്യനന്ദ. പ്രശസ്ത ചലച്ചിത്ര താരം മുഹമ്മദ് ഫൈസി അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നുമാണ് കർണാടക പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഫൈസിയുടെ അറസ്റ്റ് സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അനന്തുകൃഷ്ണൻ ചേരുന്നു. ഹലോ അനന്തുകൃഷ്ണൻ, കേൾക്കാമോ? എന്താണ് അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ? നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമോ? നമ്മുടെ ഫൈസിക്ക് എന്ത് പറ്റിയടാ? നമ്മുടെ ഫൈസി ഏതോ പെണ്ണ് കേസിൽ അകത്തായി. ഈശ്വരാ. ഫൈസി എന്തുവാ? എന്ത് പറ്റിയടാ? സുഖേട്ടാ, പീറ്ററെ, മാപ്പ്. എല്ലാത്തിനും മാപ്പ്. എല്ലാം എൻ്റെ തെറ്റാ. ഓരോ സിനിമകൾ കഴിയും തോറും എന്നിലെ നടനല്ലായിരുന്നു വളർന്നത്. എന്നിൽ ഈഗോ ആയിരുന്നു. ഞാനെന്ന പാവം പണം അധികമായപ്പോ പല ബന്ധങ്ങളും ഞാൻ മറന്നു. എന്നെ ജീവിതത്തിൽ സ്നേഹിച്ച നിങ്ങളെയും എൻ്റെ ഗൗരിയെയും. സിനിമ ഒരു മായിക ലോകമാണ്. ആ മാസ്മരികതയിൽ എന്നെ പെടുത്തിയ ചതിക്കുഴികളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. സത്യമായിട്ടും പുറം ലോകത്ത് പ്രചരിക്കുന്ന കഥകളൊക്കെ ചിലരുടെ തിരക്കഥയായിരുന്നു. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം, മാപ്പ് തരണം. മോനെ, ഈ ലോകം അങ്ങനെ എത്ര ഉന്നതങ്ങളിൽ പോയാലും നമ്മൾ നമ്മുടെ നാടിനെ, സുഹൃത്തുക്കളെ, ബന്ധങ്ങളെ മറക്കാൻ പാടില്ല. ഒരുവനെ നശിപ്പിക്കുന്നതും അവന്റെ പതനത്തിന് കാരണവും ഈഗോയാണ്.
ഫൈസി, സുഖേട്ടൻ പറഞ്ഞ ശരിയാ. ഈഗോ അത് തന്നെയാണ് നിന്റെയും തകർച്ചയ്ക്ക് കാരണം. എന്തായാലും അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നിനക്കുണ്ടായല്ലോ. പാടാ, ഇനിയും കാലമുണ്ട്, കൂടെ ഞങ്ങളും. സുഖേട്ട, എനിക്ക് അവളൊന്ന് കാണണം, എൻ്റെ ഗൗരിയെ. ഗൗരി, 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 എൻ്റെ കൂടെ നിനക്ക് ക്ഷമിച്ചൂടെ? മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് ലഭിച്ചു. ഇനി നീ കൂടി എന്നെ ശിക്ഷിക്കരുത്. വേണ്ട പൈസി, എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്താ വിചാരിച്ചേ? ഞാനും നിന്നെപ്പോൾ നിന്നെ ചതിച്ചെന്നോ? നീ തെറ്റിദ്ധരിക്കേണ്ട, ഇതെൻ്റെ ചേച്ചിയുടെ മോളാ. നീ എന്നും വരുന്നതും കാത്ത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഇവളെയും കൂട്ടി ഈ അമ്പലത്തിൽ വരാറുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഗൗരി, ഗൗരി, തെറ്റുകൾ മനുഷ്യസഹജമാണ്. അത് തിരുത്തുവാനും തിരിച്ചറിയപ്പെടുവാനുമുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് വീണ്ടും പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒന്നിക്കാനുള്ളവരാണ്, അല്ലേ പീറ്ററെ? തീർച്ചയായും നമ്മുടെ നാളത്തെ മോഹൻലാലാണ്.